ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിംഗ് ബൈ ഷെറിൻ. അപ്പം ഇന്നത്തെ വീഡിയോയിലും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് വന്ന രണ്ടാമത്തെ പ്രോഡക്റ്റാണിത്. നമുക്കിത് നമ്മൾ ലാഗില്ലാതെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ നൈഫ് നമ്മുടെ ചാനലിൽ എല്ലാ വെള്ളിയാഴ്ച വൈകുന്നേരം 6:30ക്കാണ് വീഡിയോസ് അപ്ലോഡ് ആകുന്നത്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അല്ലാത്തവരാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 6 ആകുമ്പോൾ നമ്മുടെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഞാൻ ഈ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ഫോട്ടോസ്, സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഈ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ എല്ലാം ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇപ്പം ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കേജിംഗ് ഒന്നും അല്ല ഇതിൻ്റെ അത് വന്നിരിക്കുന്നത്. കാരണം ഇന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടോട്ട് വലിയ ഒരു ബോക്സിലാണ് ഈ മൂന്ന് പ്രോഡക്റ്റോടാണ് വന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വന്നത്. ഇത് സെയിം കമ്പനിയുടെ ഹോണസ്റ്റ് ഹോം കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ തന്നെ മറ്റൊരു പ്രോഡക്റ്റാണിത്. എനിക്കിത് ഫ്രീ ആയിട്ടൊന്നും തന്നതല്ല, ഞാൻ പൈസ കൊടുത്ത് തന്നെ വാങ്ങിച്ചതാണ്. കാരണം രണ്ട് പ്രോഡക്റ്റ് സെയിം ഒരു പെട്ടിക്കകത്ത് വന്നപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ പെട്ടി ഉണ്ടാവും മനസ്സിലായില്ല. അപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച പ്രോഡക്റ്റുകളാണിത്. അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങാണ്. അവരുടെ ബ്രാൻഡിൻ്റെ ലോഗോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അവരത്യാവശ്യം നല്ല പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ടേപ്പാണേലും പ്ലാസ്റ്റിക് അല്ല, പേപ്പർ ടേപ്പ് പോലെ കൊടുത്തിരിക്കുന്നത്. നല്ല പശയുള്ള ഒരു പ്ലാസ്റ്റിക് ടേപ്പ് പോലെ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ്. നമുക്ക് ഒരെണ്ണം എടുക്കാം. അപ്പോൾ ഈ ബോക്സ് കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും എന്തോ പ്രോഡക്റ്റ് എന്നുള്ളത്. ഇത് ഫേഷ്യൽ ടിഷ്യൂ തന്നെയാണ്, കറക്റ്റാണ്. പിന്നെ സോഫ്റ്റ്, സൂപ്പർ സോഫ്റ്റ്, കെമിക്കൽ ഫ്രീ, 100% വെർജിൻ പൾപ്പ്, 2 ലെയർ ഉണ്ടെന്നുള്ളതുകൊണ്ട് 200 പുൾസ് ഉണ്ട്. സാധാരണ നമ്മൾ ടിഷ്യൂ പേപ്പർ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 100 പുൾസൊക്കെ കാണാറുള്ളൂ. പക്ഷേ ഇത് 200 പുൾസ് ഉണ്ട്. അപ്പം മൊത്തം 4 പാക്കറ്റ് ആകുമ്പോൾ 800 പുൾസ് വരെ നമുക്ക് കിട്ടും. ഇതാണേലും പ്ലാസ്റ്റിക്കൊക്കെ കുറച്ചുകൊണ്ട് ഒരു പേപ്പർ തന്നെയാണ് മാക്സിമം അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരുടെ ബ്രാൻഡിങ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്, അവരുടെ ഒരു ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കൊള്ളാം. പ്ലാസ്റ്റിക് കുറവാക്കിക്കൊണ്ട് അവരുടെ ഡിസൈൻ കൊടുത്തതൊന്നും കുഴപ്പമൊന്നുമില്ല. പ്ലാസ്റ്റിക് അത്രയും കുറവാകില്ലേ. പ്രൈസ് നോക്കുവാണെങ്കിൽ 175 ആണ് നമുക്ക് ഇതിൻ്റെ ഒരു ബോക്സിന് കാണുന്നത്. പക്ഷേ എനിക്ക് 4 ബോക്സും കൂടെ ഉള്ളൊരു കോംബോ പോലെ കിട്ടിയത് ഒരു 250-നും 350-നും ഇടയ്ക്കായിട്ടുള്ള ഒരു പ്രൈസിലാണ് നമുക്കിത് കിട്ടിയത്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ്. കീപ് യുവർ സിറ്റി ക്ലീൻ ആൻഡ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. റീസൈക്കിൾ ബിന്നിൻ്റെ കൊടുത്തിട്ടുണ്ട്, ISO സർട്ടിഫിക്കേഷൻ്റെ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും കാണാം നമ്പർ ഓഫ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ 400 എണ്ണമാണ്. 400 ഷീറ്റ്. അപ്പം ഒരു പുള്ളിൻ്റെ അകത്ത് നമുക്ക് 2 ഷീറ്റ് വെച്ച് കിട്ടും. അങ്ങനെയാണ് 2 എണ്ണം കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ലെങ്തും വിഡ്ത്തും 20 സെൻറ്റിമീറ്ററും 20 സെൻറ്റിമീറ്ററും. ആ ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഒന്ന് ഓപ്പൺ ആക്കാം. ജസ്റ്റ് അവിടെ നിന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കിയാൽ മതി. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഓക്കെ. അതുപോലെ പെട്ടിയുടെ സൈസ് നോക്കുകയാണെങ്കിലും മറ്റേ നോർമലിനെ വെച്ചിട്ട് അത്യാവശ്യം കുറച്ചുകൂടെ കൂടുതലുണ്ട്. ഇതിൻ്റെ നടുക്കാണെങ്കിൽ ഇവിടെ മാത്രമാണ് ഇവിടെ ഒരു പ്ലാസ്റ്റിക് യൂസ് ചെയ്തത്. അതും വളരെ നൈസായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്. അല്ല പേപ്പർ വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ പുള്ള് കറക്റ്റായിട്ട് കിട്ടില്ലാതായിരിക്കും. ഒരെണ്ണം ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റിൽ തന്നെ കീറിപ്പോയി. നമുക്കിത് മാറ്റിയിട്ട് വേറെ എടുക്കാം. രണ്ടാമത്തെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ് നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ സൈസ് വരുന്നത്. നോക്കിയാൽ കാണാം, അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോലത്തെ കണ്ടോ. ഇങ്ങനെ വെച്ചാൽ കറക്റ്റായിട്ട് ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. എന്നാലും നല്ല സോഫ്റ്റാണ്, നല്ല ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നുള്ളൊരു തോന്നില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് കട്ടിയില്ല, ഇഴയില്ല. പക്ഷെ എന്നാൽ സോഫ്റ്റാണോ അതുമാണെന്നുള്ള രീതിയിലാണ് ഇത് വരുന്നേക്കുന്നത്. ഇപ്പോഴാണ് അതൊന്ന് കറക്റ്റ് ആയത്. മുമ്പ് വലിച്ചപ്പോൾ ഒരെണ്ണേ വന്നുള്ളൂ, എന്നാൽ അതാണ് കീറിപ്പോയത്. ഇപ്പം നോക്കിയാൽ കാണാം, ഇപ്പം കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് പുള്ളി എൻ്റെ ആദ്യം എടുത്ത് തെറ്റിപ്പോയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം 2 എണ്ണം ഉണ്ട് ലെയർ. അപ്പം ഇത് 2 എണ്ണം വെച്ചുണ്ട്. അതാണ് മൊത്തം 400 എണ്ണം ഉണ്ട്. പക്ഷേ 200 പുള്ളേ കിട്ടത്തുള്ളൂ. ഒരു പുള്ളിൻ്റെ അകത്ത് 2 എണ്ണം. മുമ്പിലത്തെ തെറ്റിപ്പോയതാണ്. അതേപോലെ ഇന്ന് ഇത് ഡ്രൈ ആയിട്ടുള്ള ടിഷ്യൂ ആണ്, അല്ലാതെ വെറ്റ് ടിഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ഡ്രൈ ആയിട്ടുള്ള ടിഷ്യൂ ബോക്സാണ്. ടിഷ്യൂ ബോക്സും ടിഷ്യൂ പേപ്പറുമാണിത്. ഇതിങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ വെറ്റ് ടിഷ്യൂ ആണെങ്കിലും അത് ഡ്രൈ ആയി പോവും. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 6:30ക്കാണ്. അതുവരേക്കും താങ്ക് യു.